ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പിക്ചറിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഈ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലോ മറ്റു വാർത്തകളിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ഈ പിക്ചറിൽ കാണുന്നത് ഗ്യാനേഷ് കുമാർ ആണ്. അതായത് ഇന്ത്യയിലെ കറണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. സോ അപ്പം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, അതിന്റെ ഘടന എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കും. ഓക്കെ. സോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് എന്തോന്നാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ വഴിയാണ് നമ്മൾ ആരെ നമ്മുടെ MLAസിലേക്ക് എലക്ട് ചെയ്തെടുക്കുന്നത് ഇലക്ഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ നീഡ്സും ആവശ്യങ്ങളും ഒക്കെ നമ്മൾ ആ, ഒരു ഒരു ജനപ്രതിനിധിയിൽ നിന്നാണല്ലോ നമുക്ക് ലഭിക്കുന്നത് ഇല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം എന്താണ്, നീഡ്സ് കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് ആര് വഴിയാണ്, ഒരു റെപ്രസെന്റേറ്റീവ്സ് വഴിയാണ് ഇല്ലേ. അപ്പം അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള, എന്താണ്, ഫെയർ ആയിട്ടുള്ള ഒരു 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 രീതിയിലുള്ള ബയാസും കൂടാതെ എന്ത് നടക്കണം, ഇലക്ഷൻ എന്ന പ്രോസസ്സ് നടക്കണം. അത് എൻഷുർ ചെയ്യുന്ന കമ്മീഷനാണ് ആരെന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൂടെയാണ്. ഓക്കെ. അപ്പം എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ, എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ആവശ്യം, ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്, അതായത് 25 ജാനുവരി 1950 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതായത് ആർട്ടിക്കിൾ 324 ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ 324 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത്, 1950 ജാനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഘടന എങ്ങനെയാണ്, സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുമ്പോഴുണ്ടാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണർ കാണും, നമ്മൾ നേരത്തെ കണ്ട ഗ്യാനേഷ് കുമാർ അല്ലെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാണും. അതുകൂടാതെ ഒപ്പം 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ആൻഡ് ഇതിന്റെ ടേം അല്ലെങ്കിൽ ടെന്യൂർ എന്ന് പറയുന്നത് 6 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സ്. സോ ഇതിന്റെ ഇത്രയും ഒരു എന്താണ് സ്പാൻ ഓഫ് ടൈമിലായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ ടെന്യൂർ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ്, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ. അതായത് ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സ്, അതായത് പാർലമെന്ററി പ്രൊസീഡിങ്സ് വഴി മാത്രമേ ഇലക്ഷൻ കമ്മീഷണറെ അവരുടെ പൊസിഷനിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പോരാനിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗവൺമെന്റിന്റെ പക്ഷപാതം വെച്ചൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷണർ വർക്ക് ചെയ്യുന്നത്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുകൊണ്ട് ഇമ്പാർഷ്യലുമാണ്. എന്താണ്, ഇലക്ഷൻസ് ഒക്കെ നല്ല രീതിക്ക് നടക്കുന്നുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തുന്നത് ആരാണ്, ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി നോക്കുന്നത് എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് അല്ലേ. അപ്പം ഇലക്ട്രൽ റോൾസ് പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്, അതായത് ഒരു പോപ്പുലേഷൻ എടുത്തു നോക്കുമ്പോൾ എത്ര ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്, അതായത് 18 ഇയേഴ്സിൽ എബോവ് ആയിട്ടുള്ള സിറ്റിസൺസിനാണല്ലോ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാനും ആൻഡ് അവർക്ക് വോട്ടേഴ്സ് ID നൽകാനും അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻ ഫങ്ഷൻസ് ആരെക്കൊണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ അവർ ഇലക്ഷൻ ഒക്കെ എങ്ങനെ നടക്കണം,
ഫ്രീ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അങ്ങനെ ഒരു എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. അതായത് ഇലക്ഷൻ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടും ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടക്കണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് അവർക്ക് സിംബൽസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള സിംബൽസ് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ആ സിംബൽസ് ഒക്കെ നൽകുന്നതും ഒക്കെ ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഇനി എന്താണ്? ഇലക്ഷൻ എന്ന് നടക്കണം തുടങ്ങിയ കാര്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ ഒക്കെ കറക്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്യുക തുടങ്ങിയ റോൾ ആരെക്കൊണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നായിരിക്കണം ഇലക്ഷൻ, അതായത് ഷെഡ്യൂളിംഗ് ദ പോൾ ഡേറ്റ്സ് ആൻഡ് പിന്നെ എന്ന് വോട്ട് എണ്ണൽ നടക്കണം അല്ലെ, കൗണ്ടിങ് ഓഫ് ദ വോട്ട്സ്, ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. പിന്നെ എന്ന് റിസൾട്ട് വരണം, ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. പിന്നെ റിസൾട്ട്സിന് ശേഷം എന്തെങ്കിലും എന്താണ് കോൺഫ്ലിക്റ്റ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഫംഗ്ഷനുമാരൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. ആൻഡ് ഓൾസോ ഇലക്ഷന് ചെലവായ എമൗണ്ട് എത്രയാണ്, എത്ര മാത്രം എക്സ്പെൻസ് ഇതിന് ഇലക്ഷന് വേണ്ടി നടത്തിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതും ആരാണ്? ഓഡിറ്റിംഗ് ഇലക്ഷൻ എക്സ്പെൻസസ് എന്ന റോളും കൂടി ആരെക്കൊണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം അതിലൂടെ നമുക്ക് പറയാം എന്താണ് ഇമ്പോർട്ടൻസ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ വഴി ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യ രാജ്യം എന്താണ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുകയും എന്താണ് പാർട്ടിസിപ്പേറ്ററി, എല്ലാവരുടെയും എന്താണ് 18 ഇയേഴ്സിലെ പോലുള്ള സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുകയും ഇലക്ഷൻ എങ്ങനെയാണ് ഫെയർ, ഫ്രീ, ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കുന്നതെല്ലാം എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. പ്രൊട്ടക്ട്സ് ദ വോട്ടേഴ്സ് റൈറ്റ്സ് ആൻഡ് ബിൽഡ്സ് ട്രസ്റ്റ്. ഇതുവഴി നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എന്തോ ഒരു വിശ്വാസം ഉണ്ടാവുന്നു അല്ലേ? ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത് ആര് വഴിയാണ്? ഇലക്ഷൻ കമ്മീഷൻ വഴിയാണ്. അപ്പൊ നമ്മളിന്ന് പഠിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാം, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ? നമ്മുടെ രാജ്യത്തിൽ എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യകത എന്തുകൊണ്ടാണ് എന്നുള്ളതിന് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. അപ്പൊ നമ്മൾ ഇന്ന് മൊത്തത്തിൽ എന്താണ് പഠിച്ചത് എന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന കൊല്ലമാണ് 1950. ഏത് ആർട്ടിക്കിൾ വഴിയാണ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിച്ചത്? ആർട്ടിക്കിൾ 324 വഴിയാണ് അല്ലെ? അതിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. അപ്പം പിന്നീട് നമ്മൾ പഠിച്ചതിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, പിന്നെ ഫങ്ഷൻസ് മെയിൻ ആയിട്ട് പഠിച്ചു. അതായത് ഇലക്ട്രൽ റോൾസ്, ദെൻ പോൾസ്, അതായത് ഇലക്ഷൻ നടത്തുന്നു, പിന്നെ അതിന്റെ റിസൾട്ട്സ്, ഇലക്ഷൻ നടക്കുക തൊട്ട് റിസൾട്ട്സ് വരുന്നത് വരെ തുടർന്നുണ്ടാകുന്നതിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുക, എത്രമാത്രം ഫൈനാൻസ് വന്നു അതിന്റെ അതിൽ ഓഡിറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാ ഫങ്ഷൻസും ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതുവഴി എന്താണ് ഉണ്ടാകുന്നത്? ഇതുവഴി നമുക്ക് ഫ്രീ ഫെയർ ഇലക്ഷൻ എൻഷുർ ചെയ്യുക, ഡെമോക്രാറ്റിക്, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം എന്താണ് ഫ്ലറിഷ് ചെയ്യുക തുടങ്ങിയ ഫങ്ഷൻസ് ആണ് എന്താണ് എല്ലാം എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷണർ ആണ്. റൈറ്റ്. ഇനി ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി ആണ്, നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തു നോക്കുക. നിങ്ങളിപ്പം ഇലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ കണ്ടു കാണത്തില്ലേ? അതിനെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കണം. ഓക്കെ, ഡിസ്കസ് എനി റീസെന്റ് ഇലക്ഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ന്യൂസ് യു ഹാവ് യുനോ നോട്ട് അബൌട്ട്, ആൻഡ് ജസ്റ്റ് എന്താണ് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വന്ന് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇലക്ഷൻ ന്യൂസിനെ കുറിച്ച്, റിപ്പോർട്ടിനെ കുറിച്ചോ ജസ്റ്റ് നിങ്ങൾ കണ്ട റീസെന്റ് ആയിട്ട് കണ്ട ഇലക്ഷനെ കുറിച്ച്. അതിപ്പം ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല, അതിപ്പം പുറത്തെ രാജ്യങ്ങളിലുള്ളതാവാം. നിങ്ങൾ കണ്ട ഇലക്ഷൻ ന്യൂസിനെ കുറിച്ച് ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇത്രയുമാണ് നോക്കിയത്, എന്താണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഫങ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു.